കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ നല്ല കിടക്കാച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാച്ചുവിനൊക്കെ സ്കൂളും ലീവാണ്. അപ്പോൾ ഇത് നമ്മൾ കാലത്ത് തന്നെ മഴയത്തൊരു റൈഡ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് നമ്മൾ ഫ്രണ്ട്സാണ്. നമ്മളെ പിന്നെ ഷാലുവും പിന്നെ അതുപോലെ തന്നെ ബിബിച്ചിയും പിന്നെ നിങ്ങൾ കാണാത്ത ഒരാൾ കൂടിയുണ്ട്, ഷെയ്ദിയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളും കൂടിയുണ്ട്, സ്മൃതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്ന് വയനാട്ടിലേക്ക് ഊര് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അതൊരു പിന്നെ ഹെറിറ്റേജ് വില്ലേജാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞ ഓൾറെഡി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും നമുക്ക് ഇപ്പോൾ 6:30 മണിയായിട്ടുള്ളൂ. ഏതായാലും ഇറങ്ങിയിട്ട് 7 മണിയാകുമ്പോഴേക്ക് നമുക്ക് താഴെ ചോദിച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യേണ്ടത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നനഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു കവറിലേക്ക് ഇട്ട് വെക്കാം. നമ്മളെ അവഞ്ചറും പുതച്ചും മുടി ഉറങ്ങാണ്. മതി ഉറങ്ങിയത് എഴുന്നിട്ട് ഫ്രണ്ട്സ്. ഞാൻ ഇപ്പോൾ ഉണ്ടല്ല താഴെ ബൈപ്പാസിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ വാട്സപ്പ് നോക്കുന്നത്. പൊതുവേ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന ദിവസം ഞാൻ വാട്സപ്പ് നോക്കൂല കേട്ടോ. വീട്ടിൽ എൻ്റെ പണിയെല്ലാം ഒരുക്കുന്നതിൻ്റെ ഇടയിൽ വാട്സപ്പ് നോക്കാനും സമയം കിട്ടൂല. ഓക്കെ, നമ്മളെ സ്മൃതിയുടെ എത്തിയിട്ടുണ്ട്. ഹായ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ സ്മൃതിയോ റൈഡ് പോകുന്നത് അല്ലേ സ്മൃതി? ഏകദേശം എത്ര കാലമായി? അല്ല, അതിനപ്പുറം കൊറോണന്റെ സമയം സ്റ്റാർട്ടിങ് ഏകദേശം 3 വർഷമാവാനായി. മാർക്കെത്താനോ അല്ല 2 വർഷം. ഓക്കെ. ഇനി ഒരാളാണ് ഷെയ്ദ. പിന്നെ ഷാലുവിനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല വാട്സപ്പ് ഞാൻ ഇവിടെ എത്തിയിട്ട് വന്ന് നോക്കുമ്പോൾ അത് ഷാലു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിന്. അവൾക്കൊരു മരണം ഉള്ളതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബേബി എച്ചേ ഉള്ളത്. ബേബി എച്ചിനെ വിളിച്ചിട്ടാണ് ഫോൺ എടുക്കുന്നില്ല. നോക്കട്ടെ. അപ്പോൾ അതാണ് സ്മൃതിയും വിളിച്ചു നോക്കിയോല്ലേ, അവൾക്കും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും നോക്കട്ടെ, ഒന്നും കൂടി വിളിച്ചു നോക്കിയിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ ഷെയ്ദ വരാണ്ട്. ഷെയ്ദ വന്നിട്ടും കൂടി വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ 3 കൂടി പോകേണ്ടി വരും. നോക്കാം. എവിടെയാണ് അടിച്ചിട്ടുണ്ടല്ല പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഓ അത് ശരി. ഓക്കെ. എന്നാ പോവാ. ഇതിപ്പോൾ നമ്മൾ നെടുമ്പോയിൽ എത്തിയിട്ടില്ല. അതിനിടയിൽ ഒരു കുഞ്ഞു കട കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സമയം 8:45. പിന്നെ വിചാരിച്ചു ഏതായാലും ഇവിടുന്ന് ഒരു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന്. കുഞ്ഞ് കടയാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫുഡായിരിക്കും. അപ്പോൾ നമ്മളിതാ വണ്ടികളെല്ലാം അവിടെ സൈഡാക്കി. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയുന്നൊരു പിന്നെ എന്താ പറയുക ചായക്കടയാണ്. ചായ മാത്രമല്ല സ്നാക്സും ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ വെള്ളയപ്പവും പിന്നെ അതുപോലെ തന്നെ പുട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നമുക്ക് കഴിക്കേണ്ടതെല്ലാം ഉണ്ട്. ഏത് നമ്മൾ ആദ്യം പോയ നല്ല കുരുമുളകെല്ലാം ഇട്ടിട്ടുള്ള ബാജിക്കറിയാണ് കേട്ടോ. 2 കുരുമുളകുണ്ട്. അതെ. അത് വേറെ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചായയും അടിപൊളിയായിരിക്കും. കാണുമ്പോൾ തന്നെ അറിയാം. ചായ അടിപൊളിയാ. നീ കുടിച്ച്? നല്ല അടിപൊളി ഫുഡ്. നല്ല കുരുമുളകിൻ്റെ എല്ലാം നല്ല കിട്ടക്കാച്ചി എരിവെല്ലായിട്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒരു വീട്ടിൽ നിന്നെല്ലാം കഴിച്ച പോലത്തെ ഒരു ഫീലല്ലേ. എന്തായാലും അടിപൊളിയായി. വയനാട്ടിൽ വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും വാട്ടർഫോളൊന്നും കണ്ടാൽ നിർത്താണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ നിർത്തിയത്. ഇതിപ്പോൾ നല്ല മഴയും പെയ്യാൻ തുടങ്ങി. മഴക്കാലത്ത് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം കേട്ടോ. അങ്ങ് എന്ത് ഭംഗിയാ. നമ്മളിവിടെ നിർത്തിയതിന് മുതൽ നമ്മളെ പിന്നാലെ കൂടിയ ഒരാളുണ്ട് ഇവിടെ. നമ്മളാണെങ്കിൽ ഒന്നും ബിസ്ക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. സമൂസ എനിക്ക്. ഇപ്പം നമ്മൾ കൽപ്പറ്റ വീടുള്ള കൽപ്പറ്റ എല്ലാവരും വിറക്കാൻ തുടങ്ങി. കാറ്റ് മഴയാണ് മൊത്തത്തിൽ. അപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി തരുന്നതാണ്. കോഫി കുടിക്കുന്നൊക്കെ ഉണ്ടല്ലോ നല്ലൊരു സുഖം കേട്ടോ. മൊത്തത്തിലൊന്ന് ചൂടായി. നമ്മളിടത്തുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കിട വിറക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണിയായി. നിങ്ങളുടെ വിചാരിക്കുന്നല്ലേ കണ്ണൂരിൽ ഇവിടെ എത്താൻ വേണ്ടി ഇത്രയും മണിക്കൂറാണ്. എന്താ ചെയ്യുക, ഗൂഗിൾ ചേച്ചി പോലും പറയുന്നത് 4 മണിക്കൂറാണ്. എന്നിട്ട് നമ്മൾ 5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിയില്ലേ. 8 മണിക്ക് പുറപ്പെട്ടത്, 1 മണിക്ക് ഇവിടെ എത്തിയത്. പക്ഷേ അതിൽ ഫുഡ് കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ ചായ കുടിക്കാനും അങ്ങനെയെല്ലാം ആയിട്ട് കുറേ സമയം വേസ്റ്റായിരുന്നു. പിന്നെ അത് മാത്രമല്ല നല്ല മഴയാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ നല്ലൊരു സ്പീഡിലൊന്നും വരാനും പറ്റുന്നില്ല. പിന്നെ വേറെ സ്പീഡിൽ ഇവിടെ വന്നിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കാലിക്കറ്റിൽ നിന്ന് വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഇവിടെ എത്താം. താമരശ്ശേരി ചുരക്കേറിയപാടാണ് പിന്നെ ഇവിടെ എത്താം. ഇവിടെ ഒരു
പിന്നെ വെറ്റിനറി സർവകലാശാലയുണ്ട്, അതിൻ്റെ പിന്നെ കവാടത്തിലൂടെ കയറിക്കാണ് സംഭവമായി. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ നേരെ എത്തുന്നത് മാനന്തവാടിയിൽ കൽപ്പറ്റ എത്തണം, കൽപ്പറ്റ വൈത്തിരി എത്തണം, എന്നാലും ഇവിടെ എത്തുള്ളൂ. എന്തായാലും നമ്മൾ കറക്റ്റ് സമയം ഇവിടെ എത്തിയത് കേട്ടോ. 1 മണിക്ക് മറ്റേ പാർക്കിങ്ങിൻ്റെ ആൾ പോകാൻ പോകുന്നത്, ആ കറക്റ്റ് സമയം ഇവിടെ എത്തിയവാടെ ടിക്കറ്റ് എടുത്ത്. പാർക്കിങ്ങിന് 20 രൂപയാണ് വരുന്നത്. കാറിന് എന്താ പൈസ നമുക്കറിയില്ല കേട്ടോ. നമ്മൾ ലാസ്റ്റ് ആയതുകൊണ്ട് ഓടി പിടിച്ച് ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു വലിയ ക്യൂ ഉണ്ട്. ക്യൂവിൻ്റെ ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് അറിയാമല്ലോ, നമ്മൾ ബാക്കിൽ 2 ആളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഇനി ഇവിടുന്ന് ജീപ്പിനാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇപ്പം ഉണ്ടാവുന്ന ജീപ്പാണ്, നമ്മളെ വണ്ടി അങ്ങോട്ടേക്ക് എത്തില്ല. ഓക്കെ, ഞാൻ ജീപ്പിൻ്റെ കാശ് അവിടെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. 20 രൂപയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എൻട്രി ഫീ അവിടെ പോയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അതും പിന്നെ ജീപ്പിൻ്റെ കാശും കൂടി അവിടെ ഒരുമിച്ച് കൊടുക്കണം. ജീപ്പിൻ്റെ കാശില്ലാതെ നേരത്തെ പറഞ്ഞത് ശരിയല്ല, അവിടെ പോയിട്ട് കൊടുക്കണേ. പക്ഷേ നമുക്ക് അബദ്ധം പറ്റിയത്, നേരത്തെ ഞാൻ പാർക്കിങ്ങിന് പിന്നെ 20 രൂപ എന്ന് പറഞ്ഞേ, അത് ശരിക്കും പാർക്കിങ്ങിൻ്റെ പൈസ അല്ല, ജീപ്പിൻ്റെ അപ്പ് ആൻഡ് ഡൗണിൻ്റെ പൈസയാണ്. നമ്മളിവിടെ എത്തിയ അവിടെ ഓട്ടത്തിലാണ്, അവിടെ പിന്നെ ഒന്നും വായിച്ചിട്ടില്ല നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ജീപ്പിൻ്റെ പൈസ നമ്മളവിടെ പാർക്കിങ്ങിന് എടുക്കേണ്ടത് ഒരാൾക്ക് 20 രൂപ. അപ്പോൾ നമ്മൾ ജീപ്പ് ഇതാ ഇവിടെ എത്തി. നമ്മൾ വേറെ ജീപ്പിൽ കയറിയിട്ട് മുകളിലേക്ക് പോട്ടെ. Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടുത്തെ ടിക്കറ്റ് ഇട്ട് അഡൽട്ടിന് വരുന്നത് 50 റുപ്പീസും അതുപോലെ തന്നെ ചിൽഡ്രന് വരുന്നത് 20 റുപ്പീസുമാണ്. നമ്മളെ ഈ എന്നൂർ എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജാണ്. കേരളത്തിലെ ഗോത്രജനതയുടെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യ വിജ്ഞാനവും പരിചയപ്പെടുത്തുന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ തികച്ചും റീക്രിയേറ്റ് ചെയ്തതാണ്. ഏകദേശം 25 ഏക്കറിലാണ് ഇതിങ്ങനെ പരന്ന് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏതായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ നടന്ന് കാണണം. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല അടിപൊളി ചെങ്കല് പാകിയിട്ടുള്ള പിന്നെ ഫുട്പാത്ത് ഉണ്ട്. അതിൻ്റെ ഈ 2 സൈഡിലും നല്ല കുഞ്ഞി വാളലായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെങ്കല് പാകിയ സ്ഥലം ഇതാണ്. അപ്പുറത്തത് ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് 2 വഴിയും നമുക്ക് നടക്കാം. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted. You've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls. ഇവിടെ എന്താ സംഭവം? ഇത് ഓഫീസാണ് അല്ലേ? ഓക്കെ, ഇവിടെ വേറെന്തൊരു സംഭവം ഉണ്ടല്ലോ. ഇത് നോക്കി, ഇതെന്തല്ലോ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ട്? നമ്മുടെ നാട്ടിലെ ചേരട്ടന്റെ വലിയ സാധനം. ചേരട്ട എന്താ പറയുന്നത്? ചേരട്ട, നമ്മള് ചേരട്ടാ മതി. എന്തായി വനസുന്ദരി ഇല്ല? പിന്നെ വന്നിട്ട് കഴിക്കാം. ഇപ്പം കഴിച്ചാൽ നടക്കാൻ കഴിയില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടിൽ എടുത്തിട്ട് വേണം കേട്ടോ മഴ പെയ്യുന്ന സമയത്ത് വരുന്നെങ്കിൽ. ഒരു ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ വിടാത്ത അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഇത് ഹട്ടിൽ കയറിയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഹട്ടിൻ്റെ ഭംഗിനെ കുറിച്ചെല്ലാം പറയാം. ഇവിടെ പിന്നെ ഏകദേശം ഒരു 5-6 ഹട്ടുണ്ട് ഇതേപോലെ ചെയ്തിട്ട് കേട്ടോ. ഇതിൻ്റെ മേൽക്കൂര മൊത്തത്തിൽ വൈക്കോല് പാകിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ളത് ഫുൾ പായ വെച്ചിട്ടാണ്. നമ്മൾ പിന്നെ മുമ്പത്തെ ഇതെന്ത് പായാണോ അറിയാല്? മുളയാണോ ഇത്? ശരി, ഇതെന്താ ഇത്? മുളയാതോ അല്ലേ? മുള കീറിയിട്ടുള്ള പായാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, എന്തായാലും പായ വെച്ചിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നിലമൊക്കെ പിന്നെ സിമെൻ്റ് എല്ലാം ഇട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിൽക്കുന്നതിന് ഒരു വേർത്തന്നെ വൈബാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്. പക്ഷെ മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. നമ്മൾ കോട്ടലിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടില്ല. സ്മൃതിയൊക്കെ താഴെ നോക്കാൻ പോയി. ഞാനും ഷെയ്ദിയും ഇവിടെ ഒരു ഹട്ട് കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം തൽക്കാലത്തേക്കുള്ളത് എടുക്കാൻ വിചാരിച്ചു. മഴ പെയ്യുമ്പോഴേക്കും കോട ഇറങ്ങി ഒന്നും കാണാൻ പറ്റുന്നില്ല. അടിപൊളി കോടയാണ്. ഞാൻ വരുമ്പോൾ മനസ്സിൽ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രൈബൽ ഫുഡുണ്ട്, വനസുണ്ട്. അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. മനസ്സിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. എന്താ പറയുക, മാച്ചൂനൊരു പാർസലെല്ലാം വാങ്ങിക്കാൻ വെച്ചിട്ട് വന്നു. ഇവിടെ എത്തുമ്പോഴേക്ക് നമുക്ക് തീരെ ഭാഗ്യമില്ല. ഇന്ന് ഇവർക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അരപ്പൊന്നും അരക്കാൻ പറ്റിയില്ല.
അതുകൊണ്ട് വനസുന്ദരിയും ഇല്ല. അപ്പോൾ ഇത് ആരുള്ളത് ഇത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ചോറുണ്ടായില്ല, വിചാരിച്ചാൽ ഏതായാലും ചോറ് തീരൂലല്ലോ, തിരിച്ചു വരുമ്പോൾ ചോറ് കഴിക്കാൻ. അപ്പോൾ വനസുന്ദരി ഇല്ലാത്ത ദേഷ്യത്തിലാണ് പോയതല്ലേ, അതില്ലാത്തതുകൊണ്ട് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ചോറ് കഴിക്കാൻ അതും തീർന്നു. ഇപ്പം ആകെയുള്ളത് ദോശയാണ്, ദോശയും സാമ്പാറും. ചൂടുവെള്ളമല്ലേ? Full of pins, pierce my heart straight through. I got issues in my head. I like you in my bed, but you keep me on red. Oh, everything is like a test. I better not text or I'll come off desperate. ഫ്രണ്ട്സ്, നമുക്കുണ്ടല്ല മഴ കാരണം ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അതുമാത്രമല്ല, പിന്നെ ഇപ്പോൾ ഈ നല്ല മഴ കാരണം കളക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം ഒരു 2 മണി വരെ പിന്നെ വിസിറ്റേഴ്സിന് അനുവദിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം എല്ലാം പൂട്ടിയിട്ടുണ്ട്, നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല ശരിക്കും. എന്താണ് നിങ്ങളെ രണ്ടാളെ പിന്നെ ഒപ്പീനിയൻ ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ? ഇവിടെ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട്, പക്ഷെ മൊത്തമായിട്ട് എന്താ പറയാ കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് വേഗം ഇറങ്ങേണ്ടി വന്ന്. കുറെ എക്സിബിഷൻ സ്റ്റോളൊക്കെ കണ്ടിരുന്നു, പക്ഷെ അതെല്ലാം ക്ലോസ്ഡ് ആണ്. 2 മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അത് തിരിച്ചു വരുമ്പോഴേക്കും അത് ക്ലോസ് ആയി. അതെ, മഴ കൊണ്ട് നമ്മൾ റൈഡ് ആസ്വദിച്ച്. ഭയങ്കര മഴയാണ് കേട്ടോ. മഴ ഇതാ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്വാളിറ്റി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ശൈതിയും പിന്നെ സ്മൃതിയിലും അത് അവിടെ ക്യൂല് നിൽക്കുന്നുണ്ടോ? ആ ഒരു സ്പേസ് ഉണ്ട് തന്നിട്ടാ. അപ്പോൾ അതും പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഇവിടുന്ന് ഒരാളെ ഹെൽമെറ്റ് എല്ലാം ഇട്ട് റെഡിയായി. നമ്മളെ ടിക്കറ്റ് കൗണ്ടറൊക്കെ പോയി, ഏകദേശം എല്ലാവരും പോയി കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാരെ ബാക്കിയുള്ളൂ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ ഇന്നത്തെ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ കളക്ടർ പിന്നെ നിർദ്ദേശപ്രകാരമാണ് നമുക്ക് വേഗം പിന്നെ അവിടുന്ന് ലീവ് ചെയ്യേണ്ട വന്നത്. അല്ലെങ്കിൽ ശരിക്കും ഇവിടെ 5 മണി വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കണ്ടിട്ട് വരായിരുന്നു. ആ ഒരു വിഷമമുണ്ട് നമുക്ക്. ട്രൈബൽസിൻ്റെ പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സോ അതുപോലെ തന്നെ പിന്നെ അവിടെയൊക്കെ തേനും പിന്നെ അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, അവരുടെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് ശരിക്കൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ നന്നായിട്ട് മൺസൂൺ റൈഡ് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് പോകുമ്പോൾ മൺസൂൺ റൈഡ് ആസ്വദിച്ച് പോകണം. അപ്പോൾ മൺസൂൺ റൈഡ് ആസ്വദിക്കുമ്പോൾ നമ്മൾ മൊബൈൽ എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഏതായാലും ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ പൂട്ടി വെക്കാണ്. അപ്പോൾ ഇനി വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ നമ്മളെ വാൽനട്ട് ബേക്കറിയാണ്. ഇത് ഞാൻ ചവിട്ടിയതാണ്. ഞാൻ മുമ്പ് കൽപ്പറ്റ വന്നപ്പോൾ ഈ വാൽനട്ട് ബേക്കറിയിൽ നിന്ന് പിന്നെ നമ്മൾ ബന്ന് വാങ്ങിച്ചു കഴിച്ചാൽ ഞാനും ഷുറൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് പിന്നെ എവിടെ നിന്ന് കാണാൻ നോക്കാം നമുക്ക് വാൽനട്ട് ബേക്കറി. അപ്പോൾ കഴിക്കണമെന്ന് അവിടെ ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങി തിരിച്ചങ്ങോട്ട് കൂടിയാണ് ഈ ബേക്കറി കണ്ട് വേഗം എല്ലാവരും കൂടി ചാടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്നാലും അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കൽപ്പറ്റ വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്തുണ്ട്, ഇഷ്ടമായിനാ? ടേസ്റ്റിയാ? ഇതിന് ആ ഒന്നാമതാണ് ഇഷ്ടമാവും. ഈ ബണ്ണിനല്ല മാച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് മാച്ചുവിന് പാർസൽ വാങ്ങിക്കാൻ ചോദിച്ചു. ഞാൻ മാത്രമല്ല ഇവരെല്ലാവരും പാർസൽ വാങ്ങിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ 9 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്തി. നല്ല കിട്ടക്കാച്ച് മഴയായിരുന്നു. വന്ന പാടെ വേഗം കുളിക്കേണ്ടതെന്ന് യാതൊരു ആവശ്യമില്ല. ഇത് കയ്യിൽ നോക്കി കയ്യും കാലിലും ഇങ്ങനെ പൊതിർന്നിട്ടാണ് ഉള്ളത്. എന്നാലും പിന്നെ എന്താ പറയുക, ഒരു യാത്രയിലും കഴിഞ്ഞ് വന്നല്ലേ, അതുകൊണ്ട് പിന്നെ കുളിച്ച് നമ്മളെ മാച്ചുവിന് വാങ്ങിച്ച സാധനം ഉണ്ടല്ലോ അത് കൊടുക്കട്ടെ. മാച്ചു ഇവിടെ ഇരുന്നിട്ട് TV ആണ്. ഇത് നോക്കിയാ, ഇതെന്നാ സാധനം നോക്കിയത്? ഓപ്പണാക്ക്. ഇതാ മറ്റേ സാധനം. എന്താ സാധനം അത്? എനിക്ക് ഇഷ്ടപ്പെട്ടതല്ലേ? എന്നാ കഴിച്ചോ? അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ റൈഡ്. സൂപ്പർബായിരുന്നു. എല്ലാവർക്കും ഒന്നിനൊന്ന് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഓക്കെ, ഏതായാലും നമ്മൾ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ടാവും, തീരൂല. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ അവൾ ചെയ്യാം. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.